കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എല്ലാം അറിഞ്ഞ് ഭയങ്കര സങ്കടത്തോട് വരുന്ന സമയത്താണ് കൂടെ ജോലി ചെയ്യുന്ന ഓഫീസിലെ സ്റ്റാഫിനെ കാണുന്നത്. അങ്ങനെ കണ്ട് വണ്ടി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നിധി പറയുക, എന്താ എങ്ങോട്ടാ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കുക. ഇല്ല, എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു, പോയിട്ട് വരുന്ന വഴിക്കാ, അതാ നിധിയെ കാണാൻ പറ്റിയേ എന്നൊക്കെ പറഞ്ഞിട്ട് കയറിക്കോളൂ, വീട്ടിലേക്ക് കൊണ്ടുവിടാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക, വേണ്ട ഞാൻ നടന്നു പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കേട്ടില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പോവുക. കാറിൽ ഇരുന്ന് നിധിയുടെ അടുത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ നിങ്ങൾ കസിൻസൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലോ, പിന്നെ എന്തിനാ വിഷമിച്ചൊക്കെ ഇരിക്കുന്നേ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് നിധി പറയാ, ഒന്നുമില്ല, അവരൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു സ്നേഹമുണ്ടെന്ന് നിധിക്കറിയാം ഇയാൾക്ക് നിധിയെടുത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ എന്ത് ചോദിച്ചാലും ഒരു മിണ്ടാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീടെത്തുകയും ആ സമയത്ത് സുധീഷ് ചോദിക്കുക, ഞാൻ വരുമായിരുന്നല്ലോ വിളിക്കാൻ, പിന്നെ എന്തിനാ ഈ കാറിൽ കയറി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അയാൾ പറയുക, അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ കൊണ്ടുവിട്ടേലേ, ആരായിരുന്നാലും കൊണ്ടുവന്നാൽ പോരെ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുക, എനിക്കത് ഇഷ്ടമില്ല, ഇങ്ങനെ കൊണ്ടുവരണതിനോട് ഒരു താല്പര്യമില്ല എന്നൊക്കെ പറയുക. അപ്പോൾ നിധി നോക്കുന്നുണ്ട് സൂക്ഷിച്ച് ദേഷ്യത്തോടെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. എന്നാൽ വീണ്ടും നല്ല ബർത്ത്ഡേ നല്ല ആഘോഷമാക്കാനും അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനും വീടൊക്കെ നല്ല അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുക, ഇതാരാ ഇതൊക്കെ ചെയ്തത്? അപ്പം നികേഷ് പറയുക, അത് ചേട്ടനാ, സുധീഷ് ചേട്ടനാ ഇതെല്ലാം ചെയ്തത്, അതെല്ലാം നിധി ചേച്ചിക്ക് വേണ്ടിയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അറിഞ്ഞു വന്ന നിധിക്ക് ഭയങ്കര സങ്കടം തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഉള്ള കാര്യം തുറന്ന് പറയാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നിട്ട് എന്നെ ഇത്രയും നാൾ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് നിധി. ആ സമയത്താണ് സുഭാഷ് പറയുക, എന്തായാലും ഇരിക്കുക, ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുത്തുക. ആ സമയത്ത് ഓഫീസിലുള്ള ആ ആൾ ചോദിക്കുന്നുണ്ട്, നിധിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് തോന്നുന്നില്ലേ? അച്ഛനും അമ്മയും ഞാനൊരു ദിവസം കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തെ ഇത് കേട്ടതും സുധീഷിന് ദേഷ്യം തോന്നുന്നുണ്ട്. എന്തിനാ അവൻ അതൊക്കെ അന്വേഷിക്കുന്നത്, ഇനി കല്യാണം ആലോചിക്കാനായിരിക്കും എന്ന് നികേഷ് പതുക്കെ പറയുന്നുണ്ട്. അത് നീ ഒന്നും മിണ്ടാതിരിക്കുമോ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. സുധീഷിനെ കണ്ടപ്പോൾ മുതൽ അവൻ്റെ അടുത്ത് ദേഷ്യത്തിൽ നിൽക്കുക, എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്തായാലും നിധിയുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാനൊന്ന് മിണ്ടാതെ നിൽക്കുന്നേ എന്ന് സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ അവിടേക്ക് വരിക. ഭാസ്കരൻ പറയുക, എന്താ എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് നിധിയിൽ നിന്ന് ആരാ കൊണ്ടുവിടാൻ വന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ അവിടെ റോഡിൽ ഇരുന്നപ്പോഴത്തേക്കും നിങ്ങൾ വരുന്ന കണ്ടു. അപ്പോഴത്തേക്കും അവിടെ ഇരുന്നവർ പറഞ്ഞു, ആരോ നിൻ്റെ മരുമോള് കൊണ്ടാരോ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആരാന്ന് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു സുധീഷായിരിക്കുമെന്ന്, അതാ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നതെന്ന് പറയുക. ഇത് കേട്ടത് സുധീഷ് പറയുക, ഞാനെങ്കിൽ അവർ പറയില്ലായിരുന്നോ, ഇത് അറിഞ്ഞുകൊണ്ട് വന്നത് തന്നെയാ, ആരോ കൂടെ എന്ന് അറിയാമല്ലോ എന്ന് പറയാനല്ലേ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പിന്നെ ഞാൻ അറിയണ്ടേ എൻ്റെ മരുമോളെ കാര്യം, എൻ്റെ മോളല്ലേ എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷ് പറയുക, കണ്ട മോളെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എത്ര പേരാ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ പറയുക. എന്തായാലും നിധിയുടെ ആ മനസ്സിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങളോടായിരുന്നു സുധീഷ് കാല് പിടിക്കും പോലെയാണ് പോയി പറഞ്ഞത്. തനിക്ക് ഡൈവേഴ്സ് വേണ്ട, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നിധിയാണെങ്കിൽ പറഞ്ഞറിഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെയാണ് സുധീഷിൻ്റെ അടുത്ത് ദേഷ്യത്തിൽ കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴതാണ് നിധിയുടെ ഫോണിലോട്ട് ഫോൺ വരുന്നത്, വീട്ടിൽ നിന്നാണ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ആരാ എന്നെ വിളിക്കുന്നത് ഇപ്പം എന്നൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് പോയി ഫോൺ ചെയ്യുക. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചു. ആ സമയത്ത് വന്നയാൾ പറയുക, ഞാൻ പോവുക, ഞാൻ കുറേ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്, ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക. അങ്ങനെ എല്ലാവരെയും യാത്ര അയച്ച് വിടുകയും ചെയ്യുന്നുണ്ട് അയാളെ. ആ സമയത്താണ് നിധിയെ വീണ്ടും കോൾ ചെയ്യുന്നത്. വിളിക്കുന്നത് മറ്റാരുമല്ല, നിധിയുടെ ചേട്ടത്തിയാണ്. എന്താ എന്നെ കുറേ ദിവസമായല്ലോ വിളിച്ചിട്ട്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നത് നിധിയുടെ അടുത്ത്. അത്
ഒന്നുമില്ല, ഞാനാണെങ്കിൽ കുറച്ച് ബിസി ആയിരുന്നു. നിനക്ക് എന്താ ഇത്രയും തിരക്ക്? അത് ഓഫീസിലൊക്കെ പോയി തുടങ്ങി പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല. അതിന് ഇപ്പം നീ പഠിക്കുകയൊന്നും വേണ്ടല്ലോ. അന്ന് പഠിത്തത്തിൻ്റെ കാര്യമായിരുന്നില്ലേ. ഇപ്പം പിന്നെ എന്തിനാ വിളിക്കാൻ മടിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പം നീ വീട്ടുകാരെയൊക്കെ മറന്നോ? അച്ഛനും അമ്മയൊക്കെ മറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെയും മറന്നിട്ടില്ല. എനിക്കിപ്പോൾ പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എന്താ പ്രശ്നം? എൻ്റെ തുറന്ന് പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, ഒന്നുമില്ല, ഞാനെല്ലാം പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് എന്ന് പറയുക, എന്താ പറ്റിയേ നിധിക്ക്? അങ്ങോട്ട് പോയതുപോലല്ലോ തിരിച്ചു വന്നേ. ചെറിയ ദേഷ്യത ഉണ്ടല്ലോ, എന്തോ കാര്യമുണ്ട് എന്ന് സുധീഷിൻ്റെ അടുത്ത് സുഭാഷ് ഏട്ടൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്.